ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ ആദ്യത്തെ ചാപ്റ്റർ തന്നെ കണ്ടപ്പം എനിക്കതിൽ PSC റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റ് ഉള്ള ഒരു ചാപ്റ്ററായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾ ഒട്ടുമിക്ക പേരും വായിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഒന്നാമത്തത്. അതിൽ നമുക്കൊരു കണ്ടൻറ്റ് എന്നുള്ള രീതിയിലല്ല ഈ ഒരു ചാപ്റ്റർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ചിത്രകഥ രൂപത്തിൽ നമ്മൾ ബാലഭൂമിയൊക്കെ വായിക്കുന്ന പോലെ 4 കുട്ടികളെയാണ് നമ്മൾ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നത്. പലരും പല സാമൂഹിക ചുറ്റുപാടിൽ നിന്നും വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും അവരെ ഓരോന്ന് നോക്കി കാണുന്നതും അവരവരുടെ ഫ്രണ്ടിൻ്റെ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നതും അവിടുത്തെ കാര്യങ്ങൾ ഓരോന്ന് മനസ്സിലാക്കുന്നതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ഇതിൽ സ്റ്റെക്ക് ഓൺ ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിൽ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനായിട്ട് ഇല്ല. ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകാനേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബോക്സിൽ കൊടുക്കുന്ന പോയിന്റ് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികൾ എത്തുന്നുണ്ട്. നമുക്കറിയാലോ, ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതൽ പേരും കുടുംബമായിട്ട് എത്തുന്നത്. അവരുടെ മക്കളെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ചമേലി എന്ന് പറയുന്ന ഒരു കുട്ടീനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ആ കുട്ടിയും എന്താണ്, കേരളത്തിൽ പഠിക്കുകയാണ്. മാ എന്നും പപ്പ എന്നുമാണ് ചമേലി അമ്മയെയും അച്ഛനെയും വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓരോ കുട്ടികളെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അവർ പുതിയൊരു ഗ്രാമത്തിലേക്ക് എത്തുന്നതും അതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ മൊത്തം കേട്ടോ. ഇതാ കണ്ടോ, ഇഷ്ടം പോലെയുണ്ട്. നല്ല രസമായിട്ട് വായിച്ചിട്ട് പോവാം. അതിനനുസരിച്ച് കുട്ടികൾക്ക് ആ ഭാഗത്ത് നിന്ന് എന്താണ് മനസ്സിലാവുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, വായിച്ചിട്ട് പോകാം. ഭക്ഷണവും മനുഷ്യരും. ഓക്കെ, അപ്പോൾ ലോക ഭക്ഷ്യദിനം ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒക്ടോബർ 16. അതിനോടനുബന്ധിച്ച് സ്കൂളിൽ എന്തുണ്ടായിരുന്നു? ഭക്ഷ്യമേള ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തത് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് സ്പീഡിൽ വായിച്ചിട്ട് പോവാം. ടീച്ചർ പറഞ്ഞതനുസരിച്ച് ക്ലാസ്സിലെ കൂട്ടുകാർ എല്ലാവരും ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ഞാനും കൂട്ടുകാരും ഓരോ സ്റ്റാളും കണ്ടു നടന്നു. എന്തെല്ലാം വിഭവങ്ങൾ! കപ്പയും ചക്കയും ചെറുധാന്യങ്ങളും കിഴങ്ങുകളും പഴവർഗ്ഗങ്ങളും കൊണ്ടുള്ള വ്യത്യസ്ത വിഭവങ്ങൾ. പായസം, ലഡു, ഹൽവ, കേക്ക്, മിഠായികൾ, പിന്നെ ഉപ്പിലിട്ടത്, അങ്ങനെ എത്രമാത്രം വിഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ട് എൻ്റെ നാവിൽ വെള്ളം നിറഞ്ഞു. അപ്പോഴേക്കും ക്ലാസ് ടീച്ചർ ഞങ്ങളോടൊപ്പം കൂടി. ടീച്ചർ ഞങ്ങൾക്ക് മിഠായികളും പായസവും ഒക്കെ വാങ്ങിത്തന്നു. എന്ത് രുചിയായിരുന്നെന്നോ! ഇപ്പോഴും അവയുടെ രുചി നാവിൽ തങ്ങി നിൽക്കുന്നു. അപ്പോൾ ഒരു ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഭക്ഷണ സമ്പാദനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം. നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം എന്ന് പറയുന്നത്. എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണല്ലോ. ആദിമകാലത്ത് എങ്ങനെയൊക്കെയായിരുന്നു? ഇലകൾ, പഴങ്ങൾ, കിഴങ്ങുകൾ, ധാന്യങ്ങൾ, ഇതൊക്കെയായിരുന്നു ജീവികളുടെ ഭക്ഷണം. കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരും ആദ്യം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു അല്ലേ. നമ്മൾ ആദിമ മനുഷ്യരെക്കുറിച്ച് പഠിക്കുമ്പം അവർ മൃഗങ്ങളെ പച്ചയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നതും പിന്നീട് തീ കണ്ടുപിടിച്ചതോടുകൂടി അതായത് കാട്ടുതീയിൽ അകപ്പെട്ട മൃഗങ്ങളുടെ മാംസത്തിന് കുറച്ചുകൂടി രുചി കൂടുതലാണെന്ന് അവർ മനസ്സിലാക്കുകയും പിന്നെ മൃഗങ്ങളെ ചുട്ടു തിന്നാനൊക്കെ അവർ തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഈ ചിത്രത്തിൽ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നു, അതിനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെയോ മീനിനെ കുത്തിപ്പിടിക്കുന്നത് കണ്ടോ. അതേപോലെ മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദിമ മനുഷ്യരുടെ ഭക്ഷണ സമ്പാദനത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലായി, ഈ പഴങ്ങളും വേരുകളും ധാന്യങ്ങളൊന്നും അല്ലാതെ ഇവർ ഈ മൃഗങ്ങളെയും ഭക്ഷിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ വേട്ടയാടലിലൂടെയും മറ്റും ലഭിച്ച ഈ ഭക്ഷ്യവസ്തുക്കൾ ആദിമ മനുഷ്യർ പാകം ചെയ്തിട്ടാണോ കഴിച്ചിട്ടുണ്ടാവുക? ആദ്യമൊന്നും അവർ പാകം ചെയ്തിട്ടായിരുന്നില്ല കഴിച്ചത്. കാരണം അവർക്ക് ആ വെന്ത ഇറച്ചിയുടെ രുചിയൊന്നും അവർക്ക് അന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു. അപ്പോൾ ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിങ്ങനെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദിമകാലത്ത് നിന്ന് വേണമല്ലോ നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ആഹാ, ഇത്രയും രുചികരമായ ഭക്ഷണമാണ് ഇതിലേന്ന് അവർക്ക് പിന്നെ മനസ്സിലാവുകയാണ്. തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. കാട്ടുതീയിൽപ്പെട്ട് ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം. തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുവാൻ അവർ ആരംഭിച്ചു. ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി. അപ്പം മൃഗങ്ങളെ മാത്രമല്ല, ഇതേപോലെ കായ്കറികളും ഒക്കെ തന്നെ അവരെന്താണ് വേവിച്ച് കഴിക്കാൻ രുചിയുള്ളതൊക്കെ അങ്ങനെ കഴിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. അന്നൊക്കെ വിശപ്പ് അകറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഭക്ഷണത്തെ ആശ്രയിച്ചത് എങ്കിൽ അവരുടെ ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതിന് വേണ്ടി മാത്രമാണോ? അല്ല, ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊരു ഹരമായി മാറിയിരിക്കുകയാണ് അല്ലേ. ഈ ഹോസ്പിറ്റലുകളൊക്കെ ഏറ്റവും കൂടുതൽ തുറക്കുന്നതിന് കാരണം തന്നെ എന്താണ്? ഇതുപോലുള്ള ഒരുപാട് ഹോട്ടലുകളും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അടിക്കടി ഹോട്ടലുകളാണ്, അതും വെറൈറ്റി ഭക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള ഹോട്ടലുകൾ ഓരോന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് അസുഖങ്ങളും ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫാസ്റ്റ് ഫുഡൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ താല്പര്യം എന്തിനോടാണ്? ഫാസ്റ്റ് ഫുഡിനോടാണ്. അതിനനുസരിച്ച് തന്നെ കുട്ടികളിലൊക്കെ ചെറുപ്പം തൊട്ടേ രോഗങ്ങൾ നമ്മൾ കണ്ടുവരികയാണ് അല്ലേ. അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത്. പിൽക്കാലത്താണ് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി. അപ്പോൾ ആദ്യം അവർക്ക് കിട്ടുന്ന ഭക്ഷണം അന്നന്ന് കഴിക്കുക, ആ ഒരു രീതിയിൽ അവർ പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? അതൊക്കെ ശേഖരിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ എത്തിത്തുടങ്ങിയത്. അപ്പോൾ ഭക്ഷണ സമ്പാദനത്തിനായി മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിതരായത് എന്തുകൊണ്ടായിരിക്കും? അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, അതേപോലെ ജനസംഖ്യാ വർധനവ്, പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഇതുകൊണ്ടൊക്കെയാണ് അവർ ഭക്ഷണ സമ്പാദനം എന്ന് പറയുന്ന രീതിയിലേക്ക് കടക്കാൻ തുടങ്ങിയത്. ഓക്കെ, ഇനി ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് പോവാം. എന്തൊക്കെയാണ് പറയുന്നത്? കാലക്രമേണ മനുഷ്യർ ഭക്ഷണ ആവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു. കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി. അപ്പോൾ ഈ ഭക്ഷ്യോൽപാദനം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കടന്നു. അതിൽ ആദ്യം മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി അല്ലേ. അതേപോലെ മറ്റ് ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ സ്വയം ഉണ്ടാക്കിയെടുക്കാനൊക്കെ തുടങ്ങാൻ പോവാണ്. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ജീവിതത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളുമാണ് നമ്മൾ നോട്ട് ചെയ്ത് പോകുന്നത് അല്ലേ. ആദ്യം പച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ എന്താണ് വേവിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ ആ ഭക്ഷണങ്ങൾ അവർ സ്റ്റോർ ചെയ്ത് ശീലിക്കാൻ തുടങ്ങി. പിന്നീട് എന്തിലേക്ക് വന്നു? മൃഗങ്ങളൊക്കെ ഭക്ഷണാവശ്യങ്ങൾക്കും മറ്റ് വേട്ടയാടലിനും എല്ലാ രീതിയിലും എന്ത് ചെയ്യാൻ തുടങ്ങി? ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് അവയെ ഇണക്കി വളർത്താനൊക്കെ തുടങ്ങി. ഇനി കൃഷിയിലേക്ക് എങ്ങനെയാണ് അവർ കടന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അത് വലിച്ചെറിയുന്ന സമയത്ത് അതിൽ നിന്ന് പുതിയ ചെടികളും കായ്കനികളും ഒക്കെ ഉണ്ടായി വരുന്നതൊക്കെ അവർ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് തോന്നി അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ അവർക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നവർക്ക് അതിനകത്തുനിന്ന് മനസ്സിലായിട്ടുണ്ടാകും. അങ്ങനെ ആയിരിക്കാം അവർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. പാറപ്പുറത്ത് കൊണ്ടിട്ടാൽ വിത്ത് ഉണങ്ങിപ്പോകും, വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോവും, എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി. ഇങ്ങനെയാണ് അവർ കൃഷി ആരംഭിച്ചത്.
തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സ്ഥിരവാസം ഒന്നും ഉണ്ടായി കാണില്ല. അവരിങ്ങനെ ഓരോ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്നുകൊണ്ടിരുന്നവരാണ്. അങ്ങനെ ഇവർക്ക് എന്താണ്, കൃഷി എന്നുള്ളൊരു സമ്പ്രദായത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയും സ്വയം മനസ്സിലാക്കുകയാണ്, ആരും പറഞ്ഞു കൊടുക്കുന്നു എന്നല്ല അല്ലേ, അവരവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് രീതികളിൽ നിന്ന് മനസ്സിലാക്കി വരുന്നതാണ്. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, കൃഷിയിടങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവിടെ തന്നെ സ്ഥിരവാസം ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ സ്ഥിരവാസമാക്കിയതോടുകൂടി കൃഷിയിടങ്ങൾ അവർക്ക് സംരക്ഷിക്കാൻ സാധിച്ചു. ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു. കൂടുതൽ വിശ്രമ സമയവും കിട്ടി. അതൊക്കെയാണ് അവർക്ക് അതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ. ഇനി ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം എന്താ പറയുന്നത്? ആദിമ മനുഷ്യർ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത്. എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിൽ അധികം ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് ലഭിച്ചു. ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വെക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു. ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിനൊക്കെയായിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക? മൺപാത്രങ്ങളിൽ, മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ, ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ, ഇതിലൊക്കെയാണ് അവരെന്ത് ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പം ഇവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കി നോക്കൂ. കമ്പ്, കല്ല്, കൊമ്പ്, എല്ല് എന്നിവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ. മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി. അപ്പോൾ അവരുടെ കാർഷിക ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? കമ്പുകളും കല്ലുകളും പിന്നെ എല്ല്, മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളായിട്ട് കിടക്കുന്ന എല്ലുകൾ, കൊമ്പുകൾ, ഇതൊക്കെയാണ് അവർ കാർഷിക ഉപകരണങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട. എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി. ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായിട്ട് വന്നു. മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു. അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു. ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ധാന്യപ്പുര എന്താണ് കൊടുത്തിരിക്കുന്നത്? പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഇത് ധാന്യപ്പുര. അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കുന്നതായിരുന്നു. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇതാണ് ധാന്യപ്പുരയെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വെക്കുക മാത്രമാണോ ചെയ്തിരുന്നത്? അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല, അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു. എങ്ങനെയൊക്കെയാണ് അത് ചെയ്തിട്ടുണ്ടാവുക? തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയിരുന്നു. നോക്കി നോക്കാം എന്താ പറയുന്നത്. ഏകദേശം 1500 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തുള്ളവരും മറ്റ് പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി. പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റ് ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു. വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി. സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു.
കൈമാറ്റ സമ്പ്രദായം. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? ബാർട്ടർ സമ്പ്രദായം. ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി മാറ്റങ്ങൾക്ക് ഇടയാക്കി. സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു. അതുവഴി ചന്തകൾ രൂപം കൊണ്ടു. ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു. സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു. കണ്ടോ, ഓരോന്നിൽ നിന്ന് ഓരോന്നിലേക്കുള്ള ആ ഒരു വികസനമാണ് നമുക്കിതിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഇനി നഗരങ്ങളുടെ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. അപ്പോൾ അത് നമ്മളിവിടെ വായിച്ച കാര്യങ്ങൾ തന്നെ കേട്ടോ. ഇതൊന്നും കൂടി വായിച്ചിട്ട് അത് ചെയ്യാനേ ഉള്ളൂ. നമുക്കപ്പോൾ ഫ്ലോ ചാർട്ടൊന്നും വേണ്ടല്ലോ. ഇനി ദേശങ്ങൾ കടന്നും ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം. അങ്ങനെ നഗര രൂപീകരണം വരെ നമ്മൾ പറഞ്ഞു. ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി നിന്നിരുന്നില്ല. ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു. പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിന് വിദൂര ദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു. റോമാക്കാർ, ചൈനക്കാർ, അറബികൾ, പേർഷ്യക്കാർ, ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്നിരുന്നത്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. സുഗന്ധവ്യഞ്ജനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് ഏതൊക്കെ? കുരുമുളക്, ഏലം, ഇഞ്ചി, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ അതിൽ വരുന്നതാണ്. ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ എന്താണ്? കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളക് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വാസ്കോഡ ഗാമയെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡ ഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ 60 ഇരട്ടി വിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നു. അപ്പോൾ കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂര ദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത്. ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യവിഭവങ്ങളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ വരുന്നതാണ് പേരയ്ക്ക, പപ്പായ, കൈതച്ചക്ക, കശുവണ്ടി, മരച്ചീനി, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഭക്ഷ്യവിഭവങ്ങളാണ് അല്ലേ. ഇതിൻ്റെയൊക്കെ ഉത്ഭവം നമ്മുടെ നാട്ടിൽ തന്നെയാണോ? അല്ല. അതിൽ ഒന്നിൻ്റെ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. പേരയ്ക്കേൻ്റെ കൊടുത്തത് ശ്രദ്ധിച്ചോ? ജന്മദേശം മെക്സിക്കോ ആണ്. ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. പോർച്ചുഗീസുകാരാണ് ഇത് ഇന്ത്യയിൽ എത്തിച്ചത്. വിറ്റാമിൻ എ, ബി, സി തുടങ്ങിയവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഭക്ഷ്യവിഭവങ്ങളുടെ കൈമാറ്റമൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു. ഇനി ഭക്ഷണവും അസമത്വവും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങളും നിലനിന്നിരുന്നു. സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി. ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പൻ, നമുക്കറിയാലോ കേരള നവോത്ഥാനത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി. ഇനി മിശ്രഭോജനം 1917 മെയ് 29 വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത്. മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത്. ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണം ആയത്. അപ്പം ഇന്നും നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ടോ? ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ഭാഗങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കിയാൽ നമുക്ക് ഇന്നും പല രീതിയിലുള്ള വിവേചനങ്ങളും എവിടേക്കോ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, സാമൂഹികമായ വിവേചനം മാത്രമല്ല, സാമ്പത്തികമായ വിവേചനവും ഭക്ഷണരംഗത്തെ സമത്വത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. അപ്പോൾ ഭക്ഷണത്തിലെ അസമത്വങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗമാണ് അവിടെ നമ്മൾ കണ്ടത്. ഇനി
പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. വിശന്നു കരയുന്ന കുട്ടികൾ, സിറിയയിൽ കൊടും പട്ടിണി, ഉക്രൈനിലെ യുദ്ധം, ആഗോള ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമാകും. അങ്ങനെ ഒരുപാട് വിവരങ്ങളാണ് ഈ പത്രവാർത്തയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും പട്ടിണി അതിരൂക്ഷമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഭക്ഷണം എല്ലാ മനുഷ്യരുടെയും അവകാശമാണ്. എന്നാൽ ജീവൻ നിലനിർത്താൻ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ ആയിരങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലും ഉണ്ട്. കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധം, തൊഴിലില്ലായ്മ തുടങ്ങിയവ ദാരിദ്ര്യത്തിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ട്. ബംഗാളിലെ ഭക്ഷ്യക്ഷാമം. ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. ഇതിനൊരു ഉദാഹരണമാണ് 1943 ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം. ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൃഷിയായിരുന്നു. ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ നെൽകൃഷി വ്യാപകമായി നശിച്ചു. ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഈ ക്ഷാമക്കാലത്ത് ഏകദേശം 30 ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു. അപ്പോൾ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം. എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത്. അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ്. ഇനി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം 2013 നിലവിൽ വന്നത്. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ ഉണ്ട്. ഭക്ഷണവും ആരോഗ്യവും വായിച്ചു നോക്കാം. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ ഒന്നാണല്ലോ ഭക്ഷണം. ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട്. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു. എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാവാറുണ്ട്. നമുക്ക് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023 അല്ലേ, ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ. ജോവർ, റാഗി, വരക്, തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും. അതിനാൽ പോഷകസമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരന്മാരുടെയും നിയമപരമായ അവകാശമാണ്. നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം. ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ്. മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഭക്ഷണം ആയി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ അല്ലേ, ആ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങി വെച്ചത്? ആദിമ മനുഷ്യരുടെ ജീവിത രീതികൾ മുതലാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഭക്ഷണം എന്താ പറയുക, കൈമാറ്റം ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി PSC റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടനെ കാണാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തി ക്ലാസ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് എടുത്തതുകൊണ്ട് വായിച്ചു പോകാനുള്ളൊരു ചാപ്റ്റർ ആയതുകൊണ്ടും കൂടുതലൊന്നും സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് അടുത്ത ചാപ്റ്റർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.